ഇന്നലെ നേരം വൈകുന്നേരത്തിന്റെ സമയത്താണ് എ കെ ആന്റണി മാധ്യമങ്ങളെ കാണുകയും സഭയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തത്. അതിൽ ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിയിൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം, ഒപ്പം തന്നെ മുത്തങ്ങ വെടിവയ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ CBI അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ആന്റണി ഉയർത്തിയിരുന്നു. അതിനുശേഷം ആന്റണി എന്തുകൊണ്ട് ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു? അത് ആന്റണിക്കെതിരായ ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച വന്നതുകൊണ്ടാണ്, കോൺഗ്രസ് നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വലിയ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരുന്നു. ഇപ്പോൾ അതിന് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യണം, മുഖ്യമന്ത്രി അവസാനം പറഞ്ഞു നിർത്തിയതുകൊണ്ടാണ് തങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റാത്തത് എന്ന് കോൺഗ്രസ് പറയുന്നു. അപ്പോൾ ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കുറ്റബോധമാണ് എന്ന് P. രാജീവ് പറയുന്നു. P. രാജീവ് കുറ്റബോധം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നത് ആന്റണിക്കായതുകൊണ്ടാണ് ആന്റണി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് K. മുരളീധരൻ പറയുന്നത്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമാവുകയാണ്. അല്ല, അത് പ്രതിരോധിക്കേണ്ട കാര്യം റെക്കോർഡല്ലേ അവിടെ നിൽക്കുന്നത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് വളരെ ശക്തിയായി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം മറ്റാളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ പ്രസംഗത്തിന്റെയും അവസാനമല്ലേ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഉന്നയിച്ച കാര്യത്തെ കുറിച്ചാണ് ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത്. അതൊരു കുറ്റബോധം പറഞ്ഞതായിരിക്കും. ശ്രീ A. K. ആന്റണി പറഞ്ഞല്ലോ, എന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ദീർഘകാലത്തെ മൗനം വെടിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതല്ലാതെ നിയമസഭ വിഷയത്തിൽ ആന്റണിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് തട്ടിലാണ് ശിവഗിരി മഠം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞത്. നടപ്പാക്കിയത് കോടതി ഉത്തരവെന്നും നടപടി അനിവാര്യമായിരുന്നുവെന്നും ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. എന്നാൽ ശിവഗിരിയിൽ നടന്നത് നരനായാട്ട് എന്നായിരുന്നു ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നത്. ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയതെന്നും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നുമാണ് CK ജാനു പറഞ്ഞത്. ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല, ആദിവാസികളുടെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കരാറുണ്ടാക്കിയതും ആന്റണിയാണ് എന്ന് CK ജാനു പറഞ്ഞു. മുത്തങ്ങയിലെ പോലീസ് നടപടിയുടെ യഥാർത്ഥ ഉത്തരവാദി വനം മന്ത്രിയായിരുന്ന സുധാകരൻ എന്നതായിരുന്നു ഇതിൽ മുത്തങ്ങ സമര നേതാവ് ഗീതാനന്ദൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ആ പ്രതികരണങ്ങൾ കൂടി വളരെ വേഗം കാണാം, നമുക്ക് സമയം കുറവാണ്. 5 ഒക്ടോബർ 11 ശിവഗിരി പോലീസ് ആക്ഷൻ ഉണ്ടായത്. അന്ന് ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം പോലീസ് നടപടി നരനായാട്ടാണ് എന്ന് പറയുകയുണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, ഒരു നരനായാട്ട് തന്നെയായിരുന്നു. പക്ഷേ 2001 ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന A. K. ആന്റണി വരികയും ആദ്യമേ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഞങ്ങള് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയത്. ആ പ്രശ്നം ശരിക്കും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അങ്ങനെ കിടക്കുവാണ്. അതിനൊരു പരിഹാരമാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടത്. മുത്തങ്ങ സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് A. K. ആന്റണി സാർ സംസാരിച്ചത് എന്തായാലും നല്ലൊരു കാര്യം തന്നെ. പക്ഷേ ആ സംഭവത്തെ വെടിവെപ്പിനെയും അതിൻ്റെ ഭീകരതയൊക്കെ മറ്റു രീതിയിൽ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി ചർച്ചയുണ്ടാവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് ഇന്ന് അവസാനിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും. A. K. ആന്റണിയും തനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല കാര്യങ്ങളിലും തുറന്നു പറച്ചിലുണ്ടാകും എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഇവിടെ അവസാനിക്കില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്.